ചിലപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് വന്നാൽ ചിലപ്പോൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. അതുപോലെ എനിക്കിന്ന് വേദനിപ്പിച്ചൊരു കമൻറ്റാണ്. ഇത് പറഞ്ഞ സഹോദരൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടറാണെന്ന് സംശയമുള്ളത് കൊണ്ടാണോ എപ്പോഴും സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ ഇട്ട് നടക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്നറിയോ, ഈ സ്റ്റെതസ്കോപ്പ് എപ്പോഴും കഴുത്തിൽ വെച്ച് നടക്കാനല്ല ഒരു ഡോക്ടർ ഇഷ്ടപ്പെടുന്നത്. ഇതെപ്പോഴും താഴ്ത്തി വെക്കാനാണ്. പലപ്പോഴും ഞാൻ ഈ സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന എപ്പോഴാണെന്നറിയോ, ഞാൻ ഡ്യൂട്ടിയിലുള്ള സമയത്താണ്. ഈ ഡ്യൂട്ടിയുള്ള സമയത്ത് ഈ സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു വില നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഡ്യൂട്ടിയുള്ള സമയത്ത് ചിലപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ച് കുറച്ചങ്ങോട്ട് ഞാൻ പൂർത്തിയാക്കാതെ അങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ എന്താണ്, ആ സമയത്ത് പേഷ്യൻ്റ് വന്നാൽ അപ്പോൾ ഓടി ചെല്ലേണ്ടി വരും, എമർജൻസി ആയിട്ട് അവിടെ എത്തേണ്ടി വരും. അല്ലാതെ ഇതൊരു ആലങ്കാരിക ഇതല്ല. വളരെ വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഒരു ആലങ്കാരികമായിട്ട് ഇങ്ങനെ ഞാൻ ഡോക്ടറാണെന്ന് കാണിച്ചു വരാൻ ഒരു ഡോക്ടറും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും സിമ്പിൾ ആൻഡ് ഹമ്പിൾ നോബിൾ ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ പോലെ അങ്ങനെ നടക്കണം എന്നാണ് പലപ്പോഴും ഡോക്ടർമാർ ആഗ്രഹിക്കുന്നത്. അതായത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. വളരെ സൂക്ഷിച്ച് വേണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പൊട്ടത്തരവും ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് അടിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, അവർക്ക് ഈ കുറ്റം പറയാമെന്നല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. ഇത് കേൾക്കുന്ന മനുഷ്യർ എന്നെ അങ്ങനെ നോവിക്കാറോ വേദനിപ്പിക്കാറോ അല്ല. ഇന്ന് ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട്, വളരെ ക്ഷീണിച്ചാണ് ഡ്യൂട്ടി എടുക്കുന്നത്, അത് പേഷ്യൻസാണ് ഒരുപാടുണ്ട്. ആ സമയത്ത് കുറച്ച് മനസ്സ് വേദനിച്ചു. ബാക്കി ഞാൻ പിന്നെ പറയാം കേട്ടോ. പേഷ്യൻ്റ് വന്നിട്ടുണ്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് അവർ ചന്ദ്രേട്ടൻ വന്ന് വിളിച്ചു, പേഷ്യൻ്റ് ഉണ്ട് ഇനി പോട്ടെ, മനസ്സിലായോ? തിരക്കാണ്. ഈ സമയത്താണ് ഇങ്ങനത്തെ ഓരോ പൊട്ട കമൻറ്റും അടിച്ചിട്ട് സ്റ്റെത്തും വെച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞെടുക്കുന്നത്. ഇനിയെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ച് വരരുത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ക്രിയേഷനും എനിക്കിഷ്ടമാണ്. രണ്ട് മനുഷ്യന്മാർക്ക് സാമൂഹികമായിട്ട് ഉപകാരപ്പെട്ടുകൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഓക്കെ, ഇനി മിണ്ടിപ്പോരുത് ഇതുപോലത്തെ വാക്കുകൾ, വിഷമിച്ചുകൊണ്ട് തന്നെ പറയുന്നത്.